ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ടേൽസ് ഓഫ് സെല്ലിം. ഇന്നത്തെ വീഡിയോ ഒരു ബാഗ് കളക്ഷൻ വീഡിയോ ഉണ്ട്, ഒരു കുട്ടി ബാഗ് കളക്ഷൻ വീഡിയോ ആണ്. റീസെൻ്റ്ലി ഞാൻ ബാഗ്സ് ഒന്നും ഇപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് നാളായിട്ടുള്ള ബാഗ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ബാഗ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ മിസ് ഔട്ട് ചെയ്യരുത്, എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. ഭയങ്കര അടിപൊളി ലക്ഷറീസ് ബാഗൊന്നുമല്ല, പക്ഷേ എനിക്ക് ബാഗ് ക്രേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. എൻ്റെ കുട്ടി വീഡിയോസൊക്കെ ഞാൻ ബാഗ് കളക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊക്കെ പോകാം. ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ ബാഗ് കളക്ഷൻ. കുറേ കഴിഞ്ഞൊരു 4 വർഷത്തെ എവിടെയെങ്കിലും പോകുമ്പോഴും അല്ലെങ്കിൽ പോകുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കുറച്ച് ബാഗ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ. ഇതിൽ കാണിക്കാത്ത 1-2 ബാഗ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാരേജ് കഴിഞ്ഞ കാരണം 1-2 ബാഗ് എൻ്റെ വീട്ടിലാണ്, ചില ബാഗ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ബാഗ്സാണ് ഞാനിതിൽ കാണിക്കുന്നത്. എല്ലാം ഞാനിങ്ങനെ വാർഡ്രോബിൽ ഒതുക്കി സൈഡിലിങ്ങനെ എന്താ പറയുക, വാർഡ്രോബിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എല്ലാം അങ്ങനെ എപ്പോഴും എടുക്കില്ല. അപ്പോൾ ആദ്യത്തെ ബാഗ് വരുന്നത് ഇത് LVയുടെ ഫസ്റ്റ് കോപ്പി ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് ലക്ഷറി ആയിട്ടുള്ള ബാഗാണ്, LV എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. അപ്പോൾ അവരുടെ തന്നെ ഫസ്റ്റ് കോപ്പിയാണ് ഈ ബാഗ്. ഇത് ഞാൻ മുംബൈ പോയ സമയത്ത് പർച്ചേസ് ചെയ്തതാണ് അവിടെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബ്രാൻഡഡ് ബാഗുകളുടെ നമ്മൾ വീഡിയോസും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചില ബാഗുകളൊക്കെ നമ്മൾ കണ്ണിൽ കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ സേവിങ്ങിലേക്ക് മാറ്റി വെച്ചൊരു ബാഗായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഈ ബാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിങ്ങനെ സൈഡിലൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പാവും. ഇതിനകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സൈഡിൽ വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഷേപ്പാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റീൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചപ്പൻ ചോറക്കേണ്ട. അപ്പോൾ ഇതിങ്ങനെ ഒറ്റ കമ്പാർട്ട്മെൻറ്റാണ് ഇതിന് വരുന്നത്. ഇതൊരു ടോട്ട് ബാഗാണ്. അപ്പോൾ ഒറ്റ കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ, ഇതിന് സിബും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിങ്ങനെ ഒരു ലോക്കാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റ കമ്പാർട്ട്മെൻറ്റാണ് ഈ ബാഗ് വരുന്നത്. അപ്പോൾ ഒരുപാട് സിബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ബാഗ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതിൽ വെച്ച സാധനങ്ങളൊക്കെ ഒറ്റ വ്യൂവിൽ കാണാൻ പറ്റണം. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. പെട്ടെന്ന് ഇങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ചിലവർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓർഗനൈസറൊക്കെ വാങ്ങിച്ചു വയ്ക്കും. എൻ്റെ ഉണ്ട്. ഞാനപ്പോൾ 1-2 ടോട്ട് ബാഗ് ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യുന്നതിലേക്ക് ഇറക്കി മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഓർഗനൈസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ച് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഓരോന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ടോട്ട് ബാഗ് ഒറ്റ കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒറ്റ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബാഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ബാഗ്. ഇത് ഭയങ്കര സ്റ്റൈലിഷായിട്ടും എപ്പോഴും ട്രെൻഡ് പോലത്തെ ടൈപ്പ് ബാഗാണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു ടോട്ട് ബാഗാണ് കേട്ടോ. ഇതൊരു ഗുച്ചിയുടെ ഫസ്റ്റ് കോപ്പി ബാഗാണ്. ഇതിൻ്റെ അടുത്ത് പോയി കുറച്ചപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ബുഷൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ എക്സ്ട്രാ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി ഷോൾഡറിലേക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു ഷോൾഡറിലേക്ക് ഹാങ് ചെയ്യുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. അല്ലാത്തവർക്ക് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, കയ്യിൽ ഫോൾഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതും ഒറ്റ കമ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഇങ്ങനെ ഒരു കവറിങ്ങും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചേക്കാം. അപ്പോൾ ഇതിന് കൊച്ചു സിബ് അങ്ങനെ ഉള്ളൂ. ഇത് വേണമെങ്കിൽ അങ്ങനെ ഒറ്റ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബാഗാണ്. കുറേ സിബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് ഇഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള ബാഗിനോട് പ്രത്യേക ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ടോട്ട് ബാഗ് 2 ബാഗും കൂടി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ചില ബാഗ്സ് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാഗ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തേർഡ് വൺ വരുന്നത് ലാവിയുടെ ഒരു കുട്ടി ബാഗാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ
അലമാരയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന കാരണം എടുക്കുമ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വിടുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഷേപ്പിലൊക്കെ ഇരിക്കും കേട്ടോ. ഇതിങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ ഇതിങ്ങനെ ഉള്ളോട്ടോ കയറിയിരിക്കും. അപ്പോൾ ഇത് നല്ല കുട്ടി ബാഗാണ്. എനിക്കിതിൻ്റെ ക്യൂട്ട്നെസ് കാരണം ഞാൻ മേടിച്ച ബാഗാണ് കേട്ടോ. ഇതിങ്ങനെ 2 സൈഡ് ബാഗാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റില്ല. അപ്പം ഒരു ക്യൂട്ടായിട്ട് ഇതിൻ്റെ അകത്തൊരു മൊബൈൽ, ചെറിയൊരു അംബ്രല, വാളറ്റ് അങ്ങനെ വല്ലതൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്. അപ്പോൾ ഒരു കുട്ടി 2 സൈഡ് ബാഗാണ്. ഇതാണ് ഇതിൻ്റെ ഷോപ്പ്. ഇത് ഞാൻ ലുലുവിൽ ഓഫർ വന്ന സമയത്ത് 1600 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എനിക്കെന്തോ 300 എന്തോ കുറവ് കിട്ടിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഓഫറിൽ വന്ന ഞാൻ പോയ സമയത്ത് കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇങ്ങനത്തെ കുട്ടി ബാഗ് നോക്കി കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ ഓഫറിലുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു 3 years ആയിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ലാണ്ട്. ഇതിൻ്റെ സിബൊക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ കൊച്ചു സിബ് ഉണ്ട്. ഇങ്ങനെ ഒരു കൊച്ചു സിബ്, പിന്നെ ഒരു വലുതുമാണ് വരണത്. കണ്ടോ, ഇന്നതൊക്കെ ബില്ലൊക്കെ കിടപ്പുണ്ട് എപ്പോഴും. ഐ മീൻ പല ബാഗ് ഡ്രസ്സിനനുസരിച്ച് മാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബാഗിലും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു തന്നത് ഇതാണ് ഈ ബാഗിൻ്റെ ഫുൾ. ഇങ്ങനെയാണ് ഇത് 2 സിബുള്ള ഒരു 2 സൈഡ് ബാഗാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഒരു ബാഗാണ്. ഇത് മൾട്ടി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ 2 സൈഡായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ വെറുതെ പിടിക്കാം, അല്ലെങ്കിൽ ഈ ബെൽറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഷോൾഡർ ഹാങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റ സൈഡായിട്ട് സ്ലിംഗ് ബാഗ് പോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനൊരുപാട് സിബുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 1, 2, 3, പിന്നെ ഇത് ബാക്കിൽ ഒരെണ്ണം 4, അങ്ങനെ 4 സിബാണ് ഇതിന് വരണേ. സോ ഈ ബാഗിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. ഇത് മേടിച്ചിട്ട് ഇങ്ങനെ പോയാൽ 3 years ഒക്കെ ആവുന്നുണ്ട്. ഒരു കുഴപ്പം പറ്റില്ല. നിങ്ങളിത് ക്ലോസർ ഷോട്ടിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരു അഴുക്ക് പോലും എനിക്ക് അത്ര ഇഷ്ടം. ചിലവർക്ക് എന്താ പറയുക, ചിലർക്ക് ഓർണമെൻറ്റ്സിനോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡ്രസ്സ്. എനിക്ക് ഡ്രസ്സ് ഇഷ്ടമാണ്, ചപ്പൽ ഇഷ്ടമാണ്. പക്ഷെ ബാഗ്സ് ഇപ്പോൾ ചിലർക്ക് കോസ്മെറ്റിക്സ് ഒക്കെ ഇഷ്ടമുണ്ടാവില്ലേ, എനിക്ക് അതുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ബാഗ്സ്. ഭയങ്കര ഇഷ്ടമാണ്. അതിന് പുറകിൽ അത് വെറുതെ ക്രേസായിട്ട് വന്നതല്ല, അതിന് പുറകിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതാണ് ഈ ബാഗിൻ്റെ ഫുൾ ഇത്. ഇപ്പോൾ ഹാങ്ങിങ്ങും പിന്നെ നമുക്ക് ഇനി വെറുതെ ഇങ്ങനെ പിടിക്കണമെങ്കിലും പിടിക്കാം. എന്നിട്ട് അത് മൾട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത്. ഇതിൻ്റെ സിബൊക്കെ കണ്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. ഇങ്ങനത്തെ സിബ് സിസ്റ്റമാണ് ഇതിന്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാം. പിന്നെ പക്ഷേ ഇതിങ്ങനെ ഉണ്ട്, എല്ലാം പറഞ്ഞു. ഇതിൻ്റെ ടിഷ്യൂ ഒക്കെ കിടപ്പുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ശേഖരങ്ങളാണ്. എല്ലാത്തിലും ഉണ്ടാവും ടിഷ്യൂസ്, ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാഗിൻ്റെ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ബാഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻസിൽ പറയാം കേട്ടോ. ബാഗ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ ബാഗ് കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഇങ്ങനെ ഒരു വൈറ്റ്, അറിയാലോ വൈറ്റൊക്കെ എപ്പോഴും നമുക്ക് അലമ്പ്. പക്ഷേ ഇത് അങ്ങനെ കഴിക്കായിട്ടില്ല. പക്ഷെ എപ്പോഴും വൈറ്റ് സൈഡിലൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ 2-3 വർഷമായി ഇതിപ്പോൾ വാങ്ങിച്ചിട്ട്. ഇത് മുംബൈയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിനും 3 സിബുണ്ട് ഇങ്ങനെ. ഇതധികം ഞാൻ എടുക്കില്ല, കാരണം ഇതിന് വൈറ്റ് കളറിലെ പിന്നെ സ്ലിംഗ് ബെൽറ്റ് ആയത് കാരണം ഞാൻ അധികം എടുക്കില്ല. ഇത് ഭയങ്കര എടുക്കൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റണ്ടായിപ്പോൾ, അത് കാരണം അധികം എടുക്കില്ല. ഇപ്പോൾ ഒരു മറ്റ് ബാഗുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഒതുക്കി വെക്കുമെങ്കിൽ ഇതൊരു പേപ്പറിൽ എപ്പോഴും കവർ ചെയ്ത് റാപ്പ് ചെയ്താൽ വയ്ക്കുന്നത്, ഈ വൈറ്റ് കളറിലെ ബെൽറ്റ് ഉള്ളത് കാരണം. അപ്പോൾ ഇതിനും 1, 2, 3, 4 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഈ ബാഗുകൾ, സ്ലിംഗ് ബാഗ് വരുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ ഫസ്റ്റത്തതും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തൊക്കെ ഒന്നും ഇട്ടിട്ടില്ല. ഇതിലാണ് ഇപ്പോൾ ടിഷ്യൂ കിടക്കുന്നത്. അപ്പോൾ അതാണ് ഈ ബാഗിൻ്റെ. ഇതും LVയുടെ ഫസ്റ്റ് കോപ്പി ബാഗാണ്. അതാണ് ഈ ബാഗിൻ്റെ. ഇതിൽ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിനൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിനൊരു ഷേപ്പൊക്കെ വരും. ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കയറുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന കാരണമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വേണ്ടത്. ഇതിനൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് വിട്ടു. ഇങ്ങനെ ക്ലോത്തിൻ്റെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ട്
ഒരു ബാഗാണ്. ഇത് നമ്മൾ അധികം എന്താ പറയുക സ്റ്റൈൽ ചെയ്യാനൊന്നും അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല. ഇതിനിങ്ങനെ സാധാരണ ഇത് ബ്രാൻഡഡ് ഒന്നുമല്ല, ഇതെനിക്ക് കിട്ടിയതാണ്. ഇതിലിങ്ങനെ സിബ് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരാൻ. ചുമ്മാ നമ്മൾ വെറുതെ പോകുമ്പോൾ പേഴ്സൊക്കെ ഇടാനൊക്കെ അങ്ങനെ വല്ലതും കൊണ്ടുപോകാറുള്ളൂ. ഇതാണ് ഒരു ബാഗ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് വൺ വരുന്ന ബാഗ്. ഈ ബാഗ് കുറേ പേര് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോർ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു. ഇവിടെ നിന്നാണ് ഇത് മുംബൈയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിനിങ്ങനൊരു തിരിച്ച് ചെയ്യുമ്പോൾ ലോക്കിംഗ് സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അകത്ത് ടിഷ്യൂ ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ടിഷ്യൂ ഉണ്ട്. അത് ഒറ്റ കമ്പാർട്ട്മെൻറ്റ്. പിന്നെ ഒരു കുഞ്ഞിച്ചോട്ട സിബും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ്. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ടോട്ട് ബാഗാണ് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റ കമ്പാർട്ട്മെൻ്റ് ഉള്ളൂ. ഇതിന് ഒറ്റ സിബുള്ളൂ. ഈ കാണുന്ന ഒറ്റ സിബ് ഈ ബാഗിനുള്ളൂ. ഇത് ബ്ലാക്ക് ബാഗൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ടോട്ട് ബാഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ ക്യാരി അങ്ങനെ ഒരുപാട് യൂസ് ചെയ്ത് ബ്ലാക്ക് ആ ഒരു ബാഗേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്ലാക്ക് കളക്ഷൻ എൻ്റെ കയ്യിലില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ മേടിച്ചൊരു ബാഗാണ്. ഇത് ഞാൻ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് മാക്സിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് എൻ്റെ പ്രോസസ്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ബാഗാണ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗ്, കുട്ടി ബാഗാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട് ചില ബാഗില്ലേ നമ്മളിങ്ങനെ എവിടെയെങ്കിലൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ ചില ബാഗ് കണ്ണിൽ കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗ് കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിവൃത്തി ഉണ്ടെങ്കിൽ എന്തായാലും അത് മേടിച്ചോളൂ. പിന്നെ അത് തപ്പി തരുന്ന ഒരിക്കലും കിട്ടില്ല. ഞാൻ അങ്ങനെ അനുഭവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ സംഭവിച്ചു. ബാഗൊക്കെ കൈ നഷ്ടം വന്ന് പിന്നീട് ഒരു ഇതുപോലെയൊക്കെ ഇഷ്ടം തോന്നിയപ്പോൾ ആ ഫസ്റ്റ് ഇതിലത്തെ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ലേ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ച ബാഗാണിത്. ഇത് വാങ്ങിച്ചത് മിനിസോ എന്നാണ്. ഞാനപ്പോൾ അത് പോയപ്പോൾ ഇത് ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഇപ്പം ഇത് ഞാൻ മേടിച്ചപ്പോൾ 800-850 അങ്ങനെ എന്തോ ആയിരുന്നു. ഇത് വാങ്ങിച്ചിട്ട് 2 കൊല്ലമായി. മിനിസോ കൊച്ചിയിൽ ന്യൂക്ലിയസ് മാളിലെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ഭയങ്കര ക്യൂട്ടുണ്ട് ഈ ബാഗ്. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് സാധനം വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലും ഒരു ക്ലിപ്പുണ്ട്. അങ്ങനെ അടിച്ചുമ്പോൾ ഇതൊരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ബെൽറ്റൊക്കെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ ടൈയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഈ ബാഗ്. പിന്നെ നമുക്ക് ഷോൾഡറിലേക്ക് ഫോൾഡ് ചെയ്യാനൊരു ബെൽറ്റ്. അങ്ങനെയാണ് ഈ ബാഗ് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുട്ടി ബാഗാണ്. ഇതും അധികം അങ്ങനെ എടുക്കില്ല. ഈ കളറ് ഇത് ബാഗ് നശിഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര കെയറാണ് ബാഗ്. ഇത് എന്തെങ്കിലും പെട്ടെന്ന് ഇതിനൊക്കെ പറ്റിയൊക്കെ തന്നെ ഞാൻ കുറേ നാൾ ഇത് പുറത്ത് കറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണം ഭയങ്കര വാർഡ്രോബൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഡ്രസ്സല്ല കൊണ്ടുവച്ചത്, ബാഗ്സാണ് കൊണ്ടുവച്ചത്. അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ബാഗ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഉപയോഗിച്ച് നശിഞ്ഞു ഒരു അഴുക്ക് പോലും പറ്റിയിട്ടില്ല. അതുപോലെ കെയർ ചെയ്യുന്ന ബാഗാണ് അതൊക്കെ. പിന്നെ ഒരു ക്ലച്ച്. ഇത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിച്ചാണ് 2023. എൻ്റെ കയ്യിലുള്ള ബാഗ് ഞാൻ എപ്പോഴാണ് വാങ്ങിച്ചതെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാം കേട്ടോ. എനിക്കെല്ലാം അറിയാം. കാരണം അത്രയും ക്രേസ് ഉള്ളൊരു സാധനമാണ്. എനിക്കെല്ലാം എപ്പോഴാണ് വാങ്ങിച്ചതെന്നുള്ളത് കറക്റ്റ് അറിയാം. അപ്പോൾ ഇത് ക്ലച്ചിനോട് ക്രേസ് തോന്നിയ സമയത്ത് ബാംഗ്ലൂർ ട്രാവൽ ചെയ്ത് ട്രിപ്പ് പോയ സമയത്ത് ഞാൻ അങ്ങനെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ക്ലച്ച്. ഇത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ തുറക്കണ ഇങ്ങനെ വലിച്ചു വേണ്ടാത്ത പണിക്ക് എന്തിനാ പോണെന്ന് പറയണല്ലേ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ഒറ്റ ഇതാണിത്. ഇത് നമുക്ക് എവിടെ നിന്നാ ഇങ്ങനെ ഊരണ്ടേന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ അത് ഫോണൊക്കെ വെച്ചിട്ട് ഫോൺ അടിക്കുമ്പോൾ തുറക്കാൻ നേരത്ത് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലോസർ ഷോൾഡർ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്ലിങ് ഷോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്നൊരു ബെൽറ്റ് ഒരു കൂടി ഉണ്ട് കേട്ടോ. ചങ്ങല പോലത്തെ ടൈപ്പ് ഒരു
ഇതുണ്ട്. സ്ലിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് സൈഡിൽ ഇങ്ങനെ ഇടാം. അല്ലാത്തവർക്ക് ക്ലച്ച് നമുക്ക് വോളറ്റ് പിടിക്കുന്ന പോലെ കയ്യിൽ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ, ഇത് എംബ്രോയിഡറി ഒക്കെ ചെയ്ത ഒരു ക്ലച്ചാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഇതാണ് ക്ലച്ച്. അപ്പോൾ ഇതിൽ പെടാത്ത 1-2 ബാഗുണ്ട് കേട്ടോ. അത് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഈ ബാഗ് ഉണ്ടോ, ഇതിൻ്റെ വലിയ ബാഗുണ്ട്. അതും ഒറ്റ കമ്പാർട്ട്മെൻറ്റുള്ള ടോട്ട് ബാഗാണ്. വലിയ ബാഗാണ് കേട്ടോ അത്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് ബ്ലാക്ക് കളറിൽ ഹാങ് ചെയ്യാനുള്ളത്. അത് എൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യണവർക്ക് ഓൾറെഡി ഞാൻ അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരെ ബാഗ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക. ഞാനിതിൽ അതിൻ്റെ ID കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ചോട്ടാ ബാഗ്. അതിൻ്റെ അകത്തുള്ള ചോട്ടാ ബാഗാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയ ചോട്ടാ സൈസാണ് ഇത്. അപ്പോൾ ആ ബാഗിൽ അതിൻ്റെ സെക്കൻഡ്, പിന്നെ ഈ ഒരു ചോട്ട, അങ്ങനെ 3 പീസാണ് ആ ബാഗിന് വരുന്നത്. ഇതാണ്. അപ്പം ഇത്രയാണ് എൻ്റെ ബാഗ് കളക്ഷൻ. കുട്ടി കളക്ഷനുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങനെ ഭയങ്കര കളക്ഷൻ എന്നൊക്കെ പറയാനൊന്നും ഇല്ല. കുട്ടി കുറച്ച് കളക്ഷൻസാണ്. റീസെൻ്റ്ലി ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത്, ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത്, പിന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ബാഗ്സ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒന്നും ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളതൊന്നും അങ്ങനെ കണ്ണിപ്പെട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെയും എൻ്റെ കയ്യിൽ കളക്ഷൻസ് കണ്ടാൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് പോകുന്നത് ബാഗ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാഗ്സിൻ്റെ സ്ഥലത്തോട്ടാണ് പോകണം. പിന്നെ ഞാൻ ബാഗ്സൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ചില ആളുകൾ ബാഗ്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് നമുക്ക് സത്യമായിട്ട് ശരിക്കും ഫീൽ ചെയ്യും. അത് ഇപ്പോൾ നമ്മുടെ ബാഗിനോടുള്ള ക്രൈസൊക്കെ കണ്ടിട്ട്, ഇപ്പോൾ എൻ്റെയൊക്കെ ചില കൊളീഗ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ബാഗ്സിനോട് ഇഷ്ടം കാണിക്കുന്നു. അപ്പോൾ ചില ആളുകൾക്ക് നമ്മളത് ഇൻസ്പയർ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ചിലവർക്ക് കോസ്മെറ്റിക്സ് ഭയങ്കര ഇഷ്ടം. നമ്മളെ ലേഡീസ് എനിക്ക് അത്ര താല്പര്യമില്ല, എന്നാലും കൂടുതലും കോസ്മെറ്റിക്സ് ആണ് നമ്മളിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യുന്നല്ലാണ്ട് ഇങ്ങനെ മേക്കപ്പ് ഇട്ടേ നടക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആകെ ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ട് കണ്ണ് ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് കുറേയൊക്കെ പോയിട്ടുണ്ടാവും. എനിക്കിതൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്യാൻ അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഞാനൊക്കെ ഇളക്കിക്കളയും. അപ്പോൾ ഇവിടെ ലിപ് ബാമും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിതൊക്കെ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ അപ്പോൾ എൻ്റെ ഒരു മെയിൻ ക്രേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ബാഗ്സിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എൻ്റെ വീഡിയോ. ഞാൻ കുറേ ട്രാവൽ വീഡിയോസ്, കുട്ടി ട്രാവൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ സാധാരണ യൂട്യൂബ് വ്ളോഗേഴ്സ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനും ട്രാവൽ ചെയ്യാനൊന്നും എനിക്ക് പറ്റാറില്ല. കാരണം വർക്കിംഗ് ആയത് കാരണം അങ്ങനെ പറ്റാറില്ല. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളി വ്യൂവും ഇനി ഞാൻ കഴിയുന്ന പോലെ ഞാൻ എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുക. അതാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാട്ടെ. ഞാൻ ID കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.